നന്നായിട്ട് പാടിയല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാട്ട് പാടിയില്ല, ഒരുപാട് പാട്ടുകാരെ തേടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു പാട്ടുകൂട്ടം അല്ലേ. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഒരുപാട് പാട്ടുകാരെ നമ്മൾ തേടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കോഴിക്കോട് എവിടെ സ്ഥലം? പൊക്കുന്ന് അല്ലേ. പാട്ട് ഫീൽഡിൽ കുറെ കാലമായിട്ടുണ്ടോ? പാടുന്നതാണ്. മാപ്പിളപ്പാട്ടുകളാണോ, ഹിന്ദി ഗാനങ്ങൾ? എല്ലാ സോങ്സും പാടും. പാട്ട് ഫാമിലി. ഇവിടെ ഇപ്പൊ ഒരു പാട്ട് കച്ചേരി ആയിട്ട് വന്നാലേ. ശരി, സെറ്റപ്പ്. വല്ല പുലികളൊക്കെ ഉണ്ടല്ലോ. എത്ര വർഷമായിട്ട് പാട്ട് ഫീൽഡിലുണ്ട്? സ്റ്റേജിലൊക്കെ പോകുന്നുണ്ട്. ചെറുപ്പം മുതലേ ഇപ്പൊ സ്കൂളിൽ കോളേജുകളിലൊക്കെ പാട്ടില്ലാതെ ഏത് മേഖലയിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ടല്ലേ? ഒരുപാട് ചാനലിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ. പാട്ടിനൊപ്പം വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ? കഫേ. കഫേയിൽ എന്തൊക്കെയുള്ളത്? എന്തൊക്കെ? ചട്ടിപ്പത്തിരി, പിന്നെ മുട്ടമാല. ആരും ഇതൊക്കെ ഉണ്ടാക്കുന്നേ? അടിപൊളി. അല്ല, അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കും ചെയ്യണം, പാട്ട് പരിപാടിക്ക് പോകണം, എങ്ങനെ രണ്ടും കൂടെ മാനേജ് ചെയ്യും അല്ലേ? നമുക്ക് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോ നമുക്കൊരു പാട്ട് കേൾക്കാം. എന്നാ ശ്യാം സാറിന്റെ ഒരു പാട്ടോടെ തന്നെ നമുക്ക് തുടങ്ങാം. ശ്യാം സാറിൻ്റെ ഒരു പാട്ടിലൂടെ നമ്മൾ തുടങ്ങിയല്ലേ. അല്ല, ഈ പാട്ട് പരിപാടിക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു പലഹാരങ്ങളൊക്കെ കൊണ്ടുവരണ്ടേ? അല്ല, ഈ അവിടെ കഫേ നടത്തുന്നു, ഇവിടെ പാട്ട് പാടുന്നു, അപ്പൊ അവിടെ തിരക്കക്കാരെ നിയന്ത്രിക്കുന്നത് ഉണ്ടല്ലേ? കുക്കിംഗ് ഒക്കെ താങ്കൾ ഒക്കെ റെഡിയാക്കി നിൽക്കും. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ആ സമയത്തൊക്കെ ആരെങ്കിലും പാട്ട് പാടാൻ പറയോ? അങ്ങനൊന്നും പാടി കൊടുക്കരുത്. ആരുടെയൊക്കെ പാട്ടുകളാ പാടാറ് സാധാരണ? ജാനകിയമ്മന്റെ സോങ്സ്, പിന്നെ ലതാജി, എല്ലാം നമ്മുടെ ഏറ്റവും ഇഷ്ടം വാണിയമ്മന്റെ. വാണിയമ്മന്റെ അല്ലേ? നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ജാനകിയമ്മന്റെ പാട്ട് കേൾക്കാം.
സ്വപ്നം കാണുവതാരേ പ്രേമ പൂജാ പുഷ്പവുമായി നീ തേടുവതാരേ ആരേ തേടുവതാരേ ആരേ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പാചകം എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞ ഒരു കൈപ്പുണ്യം നിറഞ്ഞ കലയല്ലേ. അതുപോലെ തന്നെ ഈ പാട്ട് മറ്റൊരു കലയാണ്. ശരിക്കും ഇത് മിങ്കിൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നന്നായിട്ട് നമ്മളെ രണ്ടും ആസ്വദിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. ഇല്ല, പാചക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. ഒരുപാട് ചാനലിലൊക്കെ ഉണ്ട്. ഉണ്ട്, സമ്മാനങ്ങൾ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ക്യാഷ് അവാർഡുകളൊക്കെ. ജഡ്ജ്മെന്റിനൊക്കെ പോവോ? കുക്കിംഗ് ഷോ ഒക്കെ പോകും അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊരു ഈ അടിപൊളി ഒരു പാട്ട് വാണിയമ്മയുടെ ഒരു പാട്ടാണ്. ഓക്കെ. बोल रे पपी हरा बोल रे पपी हरा नित गन कर से नित मन प्यासा नित मन प्यासा नित मन तरसे बोल रे पपी हरा बोल रे पपी हरा बोल रे पपी हरा पलकों पर एक बूंद सजाए पलकों पर एक बूंद सजाए देती हो सावन ले जाए देती हो सावन ले जाए चाहे पी के देश में बरसे चाहे पी के देश में बरसे नित मन प्यासा नित मन तरसे बोल रे पपी हरा बोल रे पपी हरा बोल रे पपी हरा ഓക്കെ. സീനത്ത് കുടുംബത്തിൽ പാട്ട് പാടുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഉമ്മ ഒരു സിംഗറാണ്. മാപ്പിളപ്പാട്ട് ആർട്ടിസ്റ്റ് പേര് സുഹറാബി. സൂറാബി അല്ലേ? ഇങ്ങനെ പരിപാടിക്കൊക്കെ പോയിണ്ടായിരുന്നു. ആദ്യമൊക്കെ എല്ലാ അമ്മാവിന് KMK വെള്ളയിൽ. KMK വെള്ളി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെ ഉമ്മർ എന്ന് പറഞ്ഞ ഒരു ഗസൽ ഗായകൻ ഗായകനായിരുന്നു. ഇപ്പൊ മരിച്ചുപോയി. KMK വെള്ളയിലുണ്ട്. ഉണ്ട് ഉണ്ട്. മൂപ്പരെ വേദികളിലൊക്കെ ഉമ്മ സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരു സിംഗറായിരുന്നു. ശരിക്ക് അവരിൽ നിന്ന് കിട്ടിയതാണോ? ചെറുപ്പകാലത്ത് അല്ലേ? സ്കൂളിലൊക്കെ പാടി. അപ്പൊ ഒരു കലാ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അല്ല, ഈ പാചകം പിന്നെ ഇത്ര പ്രശസ്തി ആർജിച്ച മറ്റാരെങ്കിലും ഉണ്ടോ വീട്ടില്? അത് സ്വന്തം ഉണ്ടാക്കിയെടുത്തൊരു സംഭവം. അത് നമ്മളാർക്കും വിട്ടുകൊടുക്കൂല. ഓക്കെ, അപ്പോൾ കോഴിക്കോടൊക്കെ വലിയ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. കോഴിക്കോടെന്നല്ല, കേരളത്തിലെ വിവിധ ജില്ലകളിലും. ഏതൊക്കെ പാട്ടിനാണ് ഓഡിയൻസ് റിക്വസ്റ്റ് പറയാറ് സാധാരണ? അധികം മെലഡി. കോഴിക്കോട് തന്നെ ആണെങ്കിൽ ബാബുക്കന്റെ സോങ്സ്, പിന്നെ ഒരുപാട് മെലഡി സോങ്സ് ആസ്വദിക്കുന്ന ഒരുപാട് പിന്നെ ആസ്വാദകരുണ്ട് നമ്മുടെ കോഴിക്കോട്. ഓക്കെ, നമുക്ക് ബാബുക്കന്റെ ഒരു പാട്ടാണ്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കൽപ്പിച്ചു റബ്ബേനി ഏകിയ മലമൊട്ടെ കൽവിൻ്റെ കണ്ണേ
കഫേന്റെ പേരെന്താന്ന് പറഞ്ഞേ? ഗാർഡൻ കഫേ. ഗാർഡൻ കഫേ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പൊക്കുന്ന് ഞങ്ങള്. എത്ര സ്റ്റാഫുകളുണ്ട്? സ്റ്റാഫുകളൊക്കെ ചെറിയൊരു കഫേയാണ്. ആ, അപ്പോൾ അവിടെ ഇത് ചെയ്യാനൊക്കെ ആള് വേണ്ടേ? 2 പേരേ ഉള്ളൂ അവിടെ വർക്ക് ചെയ്യുന്നത്. ആണല്ലേ? പിന്നെ വീട്ടില് സ്റ്റാഫ് ഉണ്ട്. ആ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? സ്റ്റാഫുകളൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യോ? ഇഷ്ടമാണല്ലേ പാട്ടുകളൊക്കെ? കോഴിക്കോടാവുമ്പോൾ പ്രത്യേക ഒരു ആവേശമാണല്ലേ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ. പിന്നെ മാപ്പിളപ്പാട്ട്, മാപ്പിളപ്പാട്ട് പാടാൻ. ഹിന്ദി മാപ്പിളപ്പാട്ട്. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വേദിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പാട്ടും പാടും. സോങ്സ് പാടും. പിന്നെ ഗസല്, മെഹ്ഫിൽ അങ്ങനെല്ലാം പാടും. എല്ലാ പാട്ടും പാടണം അല്ലേ? നമുക്കൊരു ചെറിയ മാപ്പിളപ്പാട്ട്. ഓക്കെ. ജാനകിയമ്മയുടെ പാട്ട് നേരത്തെ പാടിയില്ലേ? നമുക്ക് ഇനി അടുത്ത ആരുടെ പാട്ടാ പാടുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗറിൽ ഒരാൾ വാണിയമ്മേന്റെ ഏത് സ്റ്റേജിൽ കയറിയാലും ഞാനൊരു പാടുന്ന പാട്ടാണ് തേടി തേടി ഞാൻ ഒരു പാട്ട്. ആ പാട്ടിലേക്ക് ഗസലൊക്കെ പാടും അല്ലേ? അടിപൊളി, സൂപ്പർ. ഒന്നും പറയാനില്ല. ഗസല് ഇനി നമ്മൾ ഒരുപാട് ആളുകളുടെ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. മാധുര്യമ്മയുടെ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഇഷ്ടം പോലെ പാട്ടുകളുണ്ട് അല്ലേ? ചന്ദ്രകളഭമൊക്കെ അതൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടുന്ന പാട്ടാണ്. അപ്പോൾ അതൊരു കുറച്ച് പോലെ സ്വപ്നങ്ങളുണ്ടോ
കോഴിക്കോടാണെങ്കിലും നമുക്കറിയാം കേരളത്തിലാണെങ്കിലും ഒരുപാട് കലാകാരന്മാരാണ്. മാപ്പിളപ്പാട്ട്, അതുപോലെ സിനിമാ മേഖലയിലും ഗസലാണെങ്കിലും ഒക്കെ. അപ്പോൾ അവർക്കൊക്കെ ഒപ്പം വേദി ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടാവില്ലേ? ഒരുപാട് അങ്ങനെ പോപ്പുലർ ആയിട്ടില്ലെങ്കിലും ഞാൻ എനിക്കനുസരിച്ച രീതിയിലുള്ള ഒരുപാട്. കോഴിക്കോടാണ് ഇപ്പോഴും നമ്മുടെ പിന്നെ പ്രകാശ്, മണ്ണൂർ പ്രകാശ്, പിന്നെ സബീഷ്, അങ്ങനെ ഞാൻ എന്നെ പ്രോഗ്രാം നടത്താറുണ്ട്. എല്ലാ വർഷവും എൻ്റെ ഒരു പ്രോഗ്രാം ടൗൺ ഹാളിൽ ഉണ്ടാവാറുണ്ടല്ലേ. അതിൽ ഞാൻ മെയിനായിട്ട് പഠിപ്പിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകളെ കൂടാണ് ഞാൻ പരിപാടി അവതരിപ്പിക്കുന്നത്. എങ്ങനെ ഫുൾ മെലഡി സോങ്ങുകളാണോ? മെലഡി സോങ്, അങ്ങനെ ഓരോ വർഷം ഓരോ പിന്നെ സ്വഭാവമുള്ള സോങ്സ് ആണ്. ചിത്രേച്ചിന്റെ പാട്ടൊക്കെ പാടോ? ഓ, പാടാം. ഏത് പാട്ടാ? ചിത്രേച്ചിന്റെ അറിയാതെ അറിയാതെ. ഓ, എന്നിലെ എന്നിൽ എന്നിലെ എന്നിൽ കവിതയായി വന്നു തുളുമ്പി അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ എന്നിലെ എന്നിൽ കവിതയായി വന്നു തുളുമ്പി അനുഭൂതി ധന്യമാം ശാദ്വല ഭൂമി നവനീത ചന്ദ്രിക അറിയാതെ അറിയാതെ എന്നിലെ 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 കവിതയായി വന്നു തുളുമ്പി. നമുക്കൊരു മൈലാഞ്ചി പാട്ടാലേ ഇനി. ഓ, ആയിക്കോട്ടെ. സാധാരണ മലബാറിലെ കല്യാണ വീടുകളിലൊക്കെ അല്ലേ അധികം മൈലാഞ്ചി പാട്ടുകൾ. മൈലാഞ്ചി പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടോ? കല്യാണപ്പുരം ഇഷ്ടംപോലെ പരിപാടിക്കല്ലേ. മൈലാഞ്ചി പാട്ടാ. മൈലാഞ്ചി കൊമ്പോടിച്ച് മൈലാഞ്ചി കൊമ്പോടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്ക് നീ ചപ്പമിട് പെണ്ണേ നീണ്ട മുഞ്ചൊത്ത തട്ടമിട്ട പെണ്ണേ മൈലാഞ്ചി കൊമ്പോടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്ക് നീ ചപ്പമിട് പെണ്ണേ നീണ്ട മൈക്കണ്ണാലൂഞ്ഞാലാടും പെണ്ണേ പച്ചപ്പാനത്തെ തമ്മ ചാർത്താലെഴുതി തന്ന ചെഞ്ചുണ്ടിൽ പാട്ടുണ്ടോടി പെണ്ണേ മിന്നും മുഞ്ചൊത്ത തട്ടമിട്ട പെണ്ണേ മൈലാഞ്ചി കൊമ്പോടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്ക് നീ ചപ്പമിട് പെണ്ണേ നീണ്ട മുഞ്ചൊത്ത തട്ടമിട്ട പെണ്ണേ. അടിപൊളി അല്ലേ. ഒരുപാട് പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എപ്പിസോഡിന്റെ അവസാന ഈ ഒരു സമയത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു പാട്ടുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകം. അവിടെ ഞാൻ എല്ലാ വേദികളിലും പിന്നെ എൻ്റെ ലാസ്റ്റ് സോങ് എന്ന് പറഞ്ഞാൽ മറിഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ നിന്നുള്ള സോങ്ങാണ്. അത് തന്നെ ആയിക്കോട്ടെ. മൃദസഞ്ജീവനിൽ നീ എനിക്കരുളി ജീവനിൽ ഉണർന്നു സായുജ്യം മൃദസഞ്ജീവനിൽ നീ എനിക്കരുളി ജീവനിൽ ഉണർന്നു സായുജ്യം ചുടികൾ വിടർന്നു പവിഴമുതിർന്നു പുളകമണിഞ്ഞു ലഹരി ഉണർന്നു മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും നീ ഒളിഞ്ഞിരുന്നാലും കരളിലെ ഇരുളിൽ വിളക്കായി തെളിയും നീ മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും നീ മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും നീ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. എന്തായാലും കൈപുണ്യത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞു.
പലഹാരങ്ങളെ പറ്റിയുള്ള ഏതെങ്കിലും ഒരു 2 വരി പാട്ട് പാടിയിട്ട് നമ്മൾ ഈ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പലഹാരങ്ങൾ വരുമ്പോൾ നമ്മൾ അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി ആ സോങ് തന്നെ ആയിക്കോട്ടെ അല്ലേ? ആ തീർച്ചയായിട്ടും. അപ്പങ്ങളമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി അപ്പങ്ങളമ്പാടും ചുട്ടമ്മായി അറിയോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി അരികലക്കി ചുട്ടപ്പം മതിയിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മനക വരും നെയ്യപ്പം അരികലക്കി ചുട്ടപ്പം മതിയിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മനക വരും ഇടിയപ്പം പൊരിയും മിച്ചറും നെയ്യലുവയും മണിയറയിൽ കൊണ്ടുവച്ച് തിന്നുമോനെ തിന്നടമോനെ തിന്നുമോനെ വേണ്ടമായി തിന്നുമോനെ മരുമോനെ തീറ്റിക്കണ പൊന്നമ്മായി നമ്മുടെ പൊന്നാരമായി നമ്മുടെ മുത്തമ്മായി നമ്മുടെ കൽവമ്മായി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി. വാ, അപ്പോൾ അപ്പങ്ങളെല്ലാം പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. എങ്ങോട്ട്? തീർച്ചയായും എങ്ങോട്ട്? എൻ്റെ ഷോപ്പിലേക്ക്. ഏത് ഷോപ്പിലേക്ക്? ഗാർഡൻ കഫേ. ഓക്കെ, പാട്ടുവഴിയിൽ ഇന്നത്തെ അതിഥി നമ്മുടെ സലീനയായിരുന്നു. ഒരു രക്ഷയില്ല, ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. എന്തു പറയുന്നു? വളരെ സന്തോഷം. കാരണം ഇതുപോലുള്ള ഒരുപാട് നല്ല വലിയ വലിയ ആർട്ടിസ്റ്റുകളെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ എന്നെ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതിന് ഇന്ന് ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസർ ജ്യോതി സാറ്, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ക്രൂ, പ്രത്യേകിച്ച് പേര് മറന്നുപോയി. റഹ്മാൻ. റഹ്മാൻ. ഞാൻ ഇടയിൽ കയറി വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് പേര് മനസ്സിലായത്. മറന്നുപോയത്. താങ്ക് യു എല്ലാവർക്കും. നല്ലൊരു എന്താ പറയുക, ഞാൻ ഒരുപാട് ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഔട്ട്ഡോർ ഷൂട്ട് ആദ്യമായിട്ടായിരുന്നു. അതിനൊരു വേദി തന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷം. എന്തായാലും സലീന ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. താങ്കളുടെ പാട്ട് ജീവിതവും താങ്കളുടെ ബിസിനസ്സും. പാട്ടുവഴിയിൽ ഇന്നത്തെ അതിഥി സലീന കോഴിക്കോടായിരുന്നു. പുതിയൊരു അതിഥിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.